പൊന്നാനി പീഡന കേസ് പൊളിഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കി. മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾ കെട്ടിച്ചമച്ച കേസായിരുന്നു ഇതെന്ന് ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. ഒരു സ്വത്ത് തർക്കത്തിൽ പരാതി നൽകിയ വീട്ടമ്മയെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്നായിരുന്നു കേസ്. പൊന്നാനി സിഐ വിനോദ് വീട്ടിലെത്തി ബലാത്സംഗം ചെയ്തെന്നും ഈ പരാതി ഡിവൈഎസ്പി ബെന്നിക്ക് കൈമാറിയപ്പോൾ ബെന്നിയും പിന്നീട് മലപ്പുറം എസ്പി സുജിത് ദാസും ബലാത്സംഗം ചെയ്തെന്നുമായിരുന്നു വീട്ടമ്മ ആരോപിച്ചിരുന്നത്. പരാതിയിൽ തുടർ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പിന്നീട് വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിച്ചു. വീട്ടമ്മയ്ക്ക് അനുകൂലമായി ഹൈക്കോടതി ഉത്തരവ് വന്നതോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് നടപടി തുടങ്ങിയത്. മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കേസിൽ ആരോപണ വിധേയനായ ഡിവൈഎസ്പി ബെന്നി. ഇതിന്റെ അടക്കം പ്രതികാര നടപടിയാണ് കേസെന്ന വാദവുമായി പോലീസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. പിന്നിൽ മരമുറി കേസിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാരാണെന്നും ഉദ്യോഗസ്ഥർ വാദിച്ചു. പീഡന ആരോപണം വ്യാജമാണെന്ന് സർക്കാരും കോടതിയിൽ റിപ്പോർട്ട് നൽകി. നേരത്തെ ഞാൻ പറഞ്ഞു, മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിനകത്ത് ആന്റോയ്ക്ക് വ്യക്തമായിട്ടുള്ള കൈയുണ്ട് എന്ന് ഞാൻ പറയുകയും എന്റെ മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ കയ്യിലുള്ള രേഖകൾ കോടതിയിൽ സമർപ്പിക്കാൻ നിൽക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇല്ലാത്തൊരു ബലാത്സംഗ കേസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കെട്ടിവെക്കുക, സമൂഹ മധ്യത്തിൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുക, അവരുടെ പിറകിൽ നിന്നുകൊണ്ട് ഒരു മാഫിയ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ എത്തി കേരളം എന്നുള്ളതാണ്. ഇതിന്റെ ബാക്കി കഥകളും ആരൊക്കെയാണ് ഈ സ്ത്രീയുടെ പിറകിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചും കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ പുറത്തു വരട്ടെ എന്നാണ് ഞാൻ കേസിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവനുസരിച്ച് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി പോലീസിന് നൽകിയ നിർദ്ദേശമാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അതേസമയം മജിസ്ട്രേറ്റ് കോടതിക്ക് പുതിയ നടപടികളുമായി മുന്നോട്ടു പോകാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.